അവർ ആധിപത്യം നേടിയ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറഞ്ഞാൽ പോലും അത് ഭരണവിരുദ്ധതയുടെയോ അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളുടെ മാറ്റങ്ങളുടെ ഒരു പകർപ്പാണെന്നോ എന്നൊക്കെ പറഞ്ഞൊഴിയാം. പക്ഷേ അവർക്ക് സീറ്റ് ലഭ്യമല്ലാത്ത സംസ്ഥാനങ്ങളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു മികച്ച പ്രകടനമായി തന്നെ കണക്കാക്കാൻ കഴിയും. കേരളവും തമിഴ്നാടും ആ ഗണത്തിൽ പെടുന്നതാണ്. തമിഴ്നാട്ടിലെ വോട്ടിംഗ് കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ അവിടെ 2 സീറ്റുകളാണ് BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒന്ന് കോയമ്പത്തൂരും ഒന്ന് കന്യാകുമാരി. എന്നാൽ അവിടെയൊക്കെ ശക്തമായി തന്നെ DMK മുന്നണിയുടെ മുന്നേറ്റം. കോയമ്പത്തൂരിൽ DMKയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കന്യാകുമാരിയിൽ അവിടെ കോൺഗ്രസിന്റെ വിജയ് വസന്തും ജയിക്കും എന്ന ഏറെ ഉറപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ വന്നാൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. എന്നാൽ അവിടെയും കോൺഗ്രസിന് ആധിപത്യം തുടരുകയാണ് എന്നുള്ളത് ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യം എക്സിറ്റ് പോൾ സർവേകളിലും മറ്റും കോൺഗ്രസിന് അനുകൂലമാകുന്നു. ശശി തരൂറിന് 4 മുഴുവൻ ജനങ്ങൾ നൽകും എന്ന് ഏറെക്കുറെ പറഞ്ഞു കേൾക്കുന്ന ഒരു സ്വരമാണ്. ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ മേഖലകളിലും കോൺഗ്രസ് സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ആധിപത്യം തുടരുമ്പോൾ അതിനെ തകർക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പ്രാദേശിക പാർട്ടിയായിട്ടുള്ള BRSനും അല്ലെങ്കിൽ YSR കോൺഗ്രസിനും ശക്തമായ വെല്ലുവിളി കോൺഗ്രസിന് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. BRSന്റെ തകർച്ചയാണ് കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ വലിയ ഒരു പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ട കാരണമായി പറയേണ്ടത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ വന്നാൽ തെലുങ്ക് ദേശം പാർട്ടിയും BJPയും തമ്മിലുള്ള സഖ്യം അവിടെ മുൻപോട്ടുള്ള പ്രയാണത്തെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും അവിടെയും കോൺഗ്രസിന്റെ നേതാവായ ശർമിളയ്ക്ക് ജഗൻമോഹന്റെ ഇപ്പോഴത്തെ ട്രെൻഡിനെ തൂത്തെറിയാൻ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ശർമിളയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടുകൂടിയാണ് ആന്ധ്രയുടെ രാഷ്ട്രീയം മാറി മറിയുന്നത്. കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ശർമിള മത്സരിക്കുന്നത് പോലും ഒരു വലിയ രാഷ്ട്രീയ സന്ദേശത്തിന് വേണ്ടിയാണ്. താൻ നിലകൊള്ളുന്നത് അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയത്തിനാണ്. ജഗൻമോഹന്റെ രാഷ്ട്രീയം എന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും തന്നെയാണെന്നും അതിനുവേണ്ടിയാണ് കുടുംബ പാരമ്പര്യം ഉപയോഗിക്കുന്നതെന്നും ശർമിള കൃത്യമായി തന്നെ പറയുകയാണ്. ഇതോടുകൂടിയാണ് ഇവിടെ ലെഗസി എന്ന വാക്കിന് പോലും വലിയ വിലങ്ങുതടി ജഗൻമോഹന് മേൽ പ്രഹരമായി ഏൽക്കുന്നത്. അത് ജഗൻമോഹന്റെ ഭാവി പരിപാടികളെ എല്ലാം തച്ചുടയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രയിലും അതുപോലെ തന്നെ കർണാടകയിലും ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള സീറ്റുകൾ 130ഓളം വരുന്ന ലോക്സഭാ സീറ്റുകളിൽ കുറഞ്ഞപക്ഷം 100-ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നത് ഉറപ്പാണ്.